ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. എന്നാൽ നമുക്കൊരു റൂം ക്ലീനിങ് ആണ്. കാരണം ഫുൾ മെസ്സായി കിടക്കുക. ഫുള്ള് മെസ്സായെന്ന് വെച്ചാൽ വലിച്ചു വാരി ഇട്ടേക്കാന്ന് പറയാം. കാരണം ഡെയിലി ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് ഞാൻ രാവിലെ ഇവിടുന്ന് പോകും, പിന്നെ വൈകുന്നേരം തിരിച്ചു വരുവുള്ളൂ. ചിറ്റയുടെ അവിടെ വയലേ പോകുന്നത്, വൈകിട്ടേ തിരിച്ചു വരുവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റൂം ഒന്നും ക്ലീനല്ല, ഫുള്ള് പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം എല്ലാം വലിച്ചു വാരിയിട്ടേക്കാം. നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും, കണ്ടോ? അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പുതിയൊരു ഫ്ലവർ വേസൊക്കെ ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ. ഒരുപാട് നാളായി ഞാനതൊക്കെ ചെയ്തിട്ട്. പേപ്പർ ആർട്ട് ചെയ്യുമായിരുന്നു, അതൊക്കെ ഒരുപാട് നാളായി ചെയ്തിട്ട്. അപ്പോൾ നമുക്കിന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. റൂം ക്ലീനിങ് ഉണ്ട്, കൂട്ടത്തിൽ വീട്ടിൽ അല്ലറ ചില്ലറ പരിപാടികളും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇത് ഗ്ലാസ് നേരത്തെ ഞാൻ തുടച്ചതായിരുന്നു കേട്ടോ. അപ്പം പിന്നെ വലുതായിട്ട് ഗ്ലാസ്സൊന്നും ക്ലീനിങ് ഒന്നുമില്ല, ബാക്കിയെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലവർ വേസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഉണ്ടാക്കാം. ഞാനൊരു വേറെ ദിവസം ഉണ്ടാക്കിയാൽ അതായിട്ട് വീഡിയോ ഇടാം കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ തന്നെ കുഞ്ഞുമണി പണിയിലാണ്, ഫോണിൽ കാർട്ടൂൺ പരിപാടിയിലാണ്. ഫോൺ കൊടുക്കരുതെന്ന് പറയും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ പണി ഒതുക്കണമെന്നുണ്ട്, അവളുടെ കയ്യിൽ ഇരുന്നാലേ പറ്റുള്ളൂ, അല്ലേ എന്നെക്കൊണ്ട് പണിയെടുക്കാൻ സമ്മതിക്കില്ല. AC ഓണിൽ ഓഫ് കേട്ടോ. രാത്രിയിൽ AC ഇട്ട് ഓഫ് ചെയ്യാനൊക്കെ റിമോട്ട് നോക്കിയിട്ട് കണ്ടില്ല. അപ്പം ഞാൻ നേരെ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്ത്. നല്ല മാറാമ്പിൽ പിടിച്ചിരിക്കുന്നുണ്ട്, എല്ലാം തുടച്ച് റെഡിയാക്കണം. ഇതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെക്കണം. അപ്പം അന്നത്തെ പരിപാടി ബാത്റൂം കഴുകി വെക്കണം. ഇന്നത്തെ ഒരു പരിപാടിയാണ് ഇത്. ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. അപ്പോൾ വലിയതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട, ചെറിയ വ്ളോഗാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്നവരുടെ പണി ഇതൊക്കെ തന്നെയല്ലേ ഉള്ളു, വേറെ പ്രത്യേകിച്ച് പണികളൊന്നും കിട്ടൂല. ഇടാനൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോടെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അതായത് ചെറിയൊരു ക്ലീനിങ് വീഡിയോയും കൂടാണ്. അത്രയും ഉണ്ട് കേട്ടോ. വേറെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല, ചെറിയൊരു വ്ളോഗാണ്. ഒരു ക്ലീനിങ് വ്ളോഗായിട്ട് എടുത്താൽ മതി എന്ന്. അപ്പോൾ ഇവിടെ മുതലുള്ള വോയിസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, വോയിസ് കേൾക്കണില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കണം, അതാണുള്ളത്. ഇത് ഞാൻ വരച്ച പടമാണ് കേട്ടോ. പിക്ചർ അതായത് വോളിൽ നിന്ന് ഇങ്ങനെ പെയിൻ്റ് എല്ലാം ഇളകി പോകുമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ പെയിൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ബാത്റൂമാണ്, ആ സൈഡ് കോമൺ ബാത്റൂമുണ്ട്. ആ ബാത്റൂമിൽ നിന്ന് വെള്ളം ലീക്കായിട്ടാണ് ഭിത്തിയിലെ പെയിൻറ്റ് ഇളകിയത്. അപ്പം അത് മറയ്ക്കാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ മൊത്തം പടം വരച്ച് വെച്ചു. ഇത് മൊത്തം തുണി മടക്കാനുള്ളതാണ് കേട്ടോ. ഇപ്പം എല്ലാം ഒന്ന് വൃത്തിയാക്കി ആ തുണിയെല്ലാം മടക്കി വെക്കണം. ബാൽക്കണി ഒന്ന് തൂത്ത് വൃത്തിയാക്കണം, തുടയ്ക്കണം. ഇതാണ് ഇനി ഇവിടെയുള്ള പരിപാടി. മുറി ശരിക്കും മെസ്സായി കിടക്കും. അപ്പോൾ അത് മുറി ശരിക്കും ക്ലീൻ ചെയ്യാനുണ്ട്. കാരണം കുഞ്ഞോട്ടുമൊക്കെ വന്ന് കിടക്കുന്നതല്ലേ. അപ്പം ഞാനിങ്ങനെ മടിച്ചിരുന്നുകൊണ്ടാണ് ഒന്നും ക്ലീനാക്കാൻ ഇടുന്നത്. ഇപ്പം മൊബൈൽ ചാർജില്ല, മൊബൈൽ കുത്തിയിട്ടിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് വേണം പോയിരുന്നു. ഇപ്പോൾ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. കാരണം ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ അടുക്കളയിലെ പരിപാടി തീർത്തിട്ട് വേണം കയറാൻ. ഇപ്പം മീന് പച്ചക്കറിയാണ്. മീനാണെങ്കിൽ കറി വെച്ചതിനകത്ത് നല്ല കഷ്ണങ്ങളൊന്നും അത് ആരും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് വറുത്ത് വെച്ച് ഇനി എന്നിട്ട് പരിപ്പും മുരിങ്ങക്കോലും തക്കാളിയിലോട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അതങ്ങനെ പച്ചക്കറി കറിയാണ്. അപ്പോൾ അത് കറി വെച്ച് മീൻ വറുത്തുകൊണ്ട് അച്ചിങ്ങ മെഴുക്കുവരട്ടി. ഇവിടെ എപ്പോഴും അച്ചിങ്ങ മെഴുക്കുവരട്ടി കാണും കേട്ടോ. കല്യാണി ചേച്ചി, അതായത് യൂട്യൂബ് ചാനൽ കല്യാണി ചേച്ചി അറിയത്തില്ല. കല്യാണി ചേച്ചിയുടെ വീട്ടിലെപ്പോഴും കോവയ്ക്കയല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെപ്പോഴും അച്ചിങ്ങ ഉണ്ടാവും. പിന്നെ ഇത് എലി ഓടുന്നുണ്ട്. ചീര അപ്പുറത്തെ പറമ്പിൽ ഇങ്ങനെ പറമ്പിലുകളൊക്കെ ഉണ്ടായി നിൽക്കില്ല പച്ചച്ചീര. അപ്പോൾ അങ്ങനെ പച്ചച്ചീര അപ്പുറത്ത് നിൽപ്പുണ്ട്. വീട്ടിലെ ചീര ഞാൻ കുറ്റിച്ച് വളർത്തിയേക്കുക. കാരണം കിളുത്ത് മുള പൊട്ടി വരുന്നതനുസരിച്ച് വെട്ടി തോരൻ വയ്ക്കും. പിന്നെ എൻ്റെ തക്കാളിയാണ്, ഞാൻ നട്ട് വളർത്തിയ തക്കാളിയാണ് കേട്ടോ. അതിൽ തക്കാളി പറിക്കാറായി, എല്ലാം പഴുത്ത് വരാൻ തുടങ്ങി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കറിയെല്ലാം വെച്ച് ഞാൻ മേളിൽ കയറി വന്ന് പണി തുടങ്ങി. ഫസ്റ്റ് എൻ്റെ മുറിയിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. കാരണം മുറിയിൽ നല്ല പൊടിയുണ്ടായിരുന്നു. നല്ല അടിച്ചിട്ട് ഞാനിപ്പോൾ തൂത്തെടുക്കുകയാണ് കേട്ടോ. കട്ടിൻ്റെ അടിവശവും എല്ലാം തൂത്തെടുക്കണം. നല്ല നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഡസ്റ്റ് പറക്കുന്ന കണ്ടാ. ജനൽ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ 2 പാളി തുറന്നില്ല. കാരണം ഇവൾ കൈ കിട്ടുന്നതെല്ലാം കൂടെ ജനലിൽ കൂടെ എടുത്ത് വെളിയിൽ കളയും. അപ്പോൾ അതുകൊണ്ട് ഒരു പാളി തുറന്നിട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ണുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞിരുത്തിയേക്കുവാണ് അവിടെ, ഒന്നും പറക്കി ഇട്ടേക്കരുതെന്ന് പറഞ്ഞ്. ഞാൻ മാറ്റൊക്കെ ഇരുന്ന് എടുത്ത് കുടഞ്ഞു. ഭയങ്കര ഡസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഡസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം പറക്കുന്ന കണ്ടാവും, പൊടി പറക്കുന്ന കണ്ടാവും.
എല്ലാം തൂത്ത് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമറ ഓണായിരിക്കുന്ന കണ്ടുകൊണ്ടാണ് അവൾക്ക് അത്ര ചാട്ടം വിട്ടോ, ഇല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കയറി ഇരിക്കും. കാരണം ക്യാമറ കാണുമ്പോൾ അവൾക്ക് ഹായ് പറയണം, അതിൻ്റെ മുന്നിൽ ചെന്ന് എന്തെങ്കിലും കാണിക്കണം. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തൊന്ന് കൊട്ടി, നല്ല പൊടി ഉണ്ടായിരുന്നു അതിനകത്ത്. എടുത്തുകൊണ്ട് പുറത്ത് പോയി കൊട്ടാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ പൊക്കിയത്. കാരണം പൊക്കി എടുത്തുകൊണ്ടെങ്കിൽ പോകുമ്പം ഇവള് കൂടെ വരണേ, എനിക്കപ്പോൾ രണ്ടും അവിടെ നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ തന്നെ നിന്നിട്ടത് പൊക്കി കൊട്ടിയിട്ട് തൂത്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോപ്പ് വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതിയല്ലോ അതല്ലേ. അങ്ങനെ അതെല്ലാം ഒന്ന് തൂത്ത് വാരി ഇനി പുറത്ത് മൊത്തം തൂത്ത് വെളിയിലോട്ട്, നല്ല പൊടി കാണുമ്പോൾ വെളിയിലോട്ട് ഇറങ്ങുമ്പം കാണാം നിറയെ ഡസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല പൊടി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു കോണിയിൽ നിന്നെല്ലാം പറക്കി ഒതുക്കി. ഇവളുടെ കളിപ്പാട്ടമാണ് കേട്ടോ. കളിപ്പാട്ടമെന്നൊന്നും പറയാൻ പറ്റില്ല, ആക്രി സാധനങ്ങൾ എന്ന് പറയാം. എല്ലാം പൊട്ടിയതും ചെറിയ ചെറിയ പീസസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ആ പീസസ് കണ്ട ആക്രിക്കടയിലോട്ട് കയറിയ ഒരു അവസ്ഥയാണ്. നല്ല നല്ല കളിപ്പാട്ടങ്ങളൊന്നും വെച്ച് കളിക്കില്ല, എല്ലാം പൊട്ടിയ സാധനങ്ങളൊക്കെ കണ്ട പൊടി ഉണ്ടാകുമ്പോൾ വീണ്ടും തൂത്തെടുത്ത് ഒത്തിരി പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പാട്ട് കേൾക്കുന്ന സാധനം എടുത്ത് കട്ടിലോട്ട് വെച്ച്, അത് അപ്പോഴത്തേക്ക് അവൾക്കത് പേടിയാണ്. അതിനകത്ത് ഇങ്ങനെ സൗണ്ട്, നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറില്ലേ, അത് ഓണാക്കുമ്പോൾ ഒരു പെങ്കൊച്ചനത്തെന്ന് പറയുമല്ലോ, അത് ഭയങ്കര പേടിയാണ്. അപ്പം ഞാനത് കട്ടിലെടുത്ത് വെച്ചതിനാണ് ഓടി വിട്ട് ഇറങ്ങി എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ കട്ടിലിൻ്റെ അവിടുത്തെ ഇത് ഹോളാണ് കേട്ടോ, ചെറിയൊരു ഹോളാണ്. അപ്പോൾ അവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ചേട്ടൻ കിടക്കുന്നത്. അപ്പുറത്തെ മുറിയിൽ അമ്മാവൻ കിടക്കും, ഈ മുറിയിൽ ഞാനും കുഞ്ഞുവെച്ചും കിടക്കും. അപ്പം എല്ലാവരും ഒന്നിച്ച് മുറിയിൽ കിടക്കാൻ പറ്റൂല, കാരണം ഇവൾക്ക് തന്നെ വേണം 1 ഏക്കർ സ്ഥലം കിടക്കാൻ. അപ്പോൾ ആരും മുട്ടിക്കിടക്കുന്ന ഇവർക്ക് ഇഷ്ടമല്ല. അപ്പം ചേട്ടനും കൂടെ മുറിയിൽ പറ്റത്തില്ല, ആ ചേട്ടൻ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഞാനെല്ലാം കഴിഞ്ഞ് എല്ലാം തൂത്തെടുത്ത് പൊടിയെല്ലാം മാറ്റിയിട്ട് തുണി മടക്കാമെന്ന് വിചാരിച്ചു. കുറേ ഉണ്ട് തുണി മടക്കാൻ, 3 സെക്ഷനുണ്ട് മടക്കാൻ. കാരണം എല്ലാം ഡെയിലി ക്ലാസ്സിന് പോകുമ്പോൾ രാവിലെ പോകും, വൈകുന്നേരത്തെ വരത്തുള്ളൂ. വൈകിട്ട് വരുമ്പം അടുക്കളയിൽ പണിയുണ്ടാകും. കാരണം നാളെ രാവിലത്തേക്ക് ചോറ് കെട്ടാനൊക്കെ കൊണ്ട് ചെന്ന് അടുക്കളയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ടയേർഡാകും. അപ്പോൾ പിന്നെ ഞാൻ മടക്കൂലായിരുന്നു. അങ്ങനെ 3 പാത്രത്തോട് നിറച്ച് തുണിയായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് മടക്കിയെടുത്ത് അലമാരി കയറ്റി. പിന്നെ ഞാനെല്ലാം ഒന്ന് തൂത്ത് വാരിയിട്ട് ഞാൻ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. തുടച്ചിട്ട് വേണം കുളിക്കാൻ. ആകെ ഇപ്പുറത്തും ഇപ്പുറം എല്ലാം തുടച്ചെടുക്കണമല്ലോ. തുടച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിക്കുമ്പോൾ കുഞ്ഞുമണിയും കുളിപ്പിക്കണം, അപ്പോൾ ഒരു പണിയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കയറി കുളിക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് വെള്ളം വരുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ വെള്ളം അല്ലാതെ വരുന്നതാണ് കേട്ടോ, നമ്മൾ ബില്ലടയ്ക്കുന്ന അറിയാമല്ലോ. അപ്പോൾ ഇന്ന് വെള്ളം വരുന്ന ദിവസമായിരുന്നു, പക്ഷെ വെള്ളം വന്നിട്ടില്ല. അപ്പം താഴെ നമ്മൾ വിളിച്ച് പറഞ്ഞു, കാരണം വെള്ളം ആദ്യം എടുത്ത് ചിലവാക്കരുതല്ലോ, അതിനെന്നെ വിളിച്ച് പറഞ്ഞു വെള്ളം ഇന്ന് വരത്തില്ല എന്ന് അവിടെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിനനുസരിച്ചാണ് തുടയ്ക്കുന്നത്. ഒത്തിരി വെള്ളം എടുത്തിട്ട് തുടയ്ക്കുകയൊന്നും ചെയ്തില്ല, എന്നാലും നല്ല രീതിക്ക് തുടച്ചെടുത്ത് കേട്ടോ. അധികം വെള്ളം ചിലവാക്കി കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വെള്ളം വാങ്ങിക്കണം. എറണാകുളത്തെ മെയിനൊരു പ്രശ്നമാണിത്, വെള്ളം എന്ന് പറയുന്നതിന് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ സർവ്വസാധാരണമായിട്ട് കിട്ടുന്ന വെള്ളമാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. വെള്ളം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ 1300 രൂപ 1400 രൂപ വരും വെള്ളം അടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 1400 അത്രയും 2000 സംതിങ് രൂപ എങ്ങാണ്ടായിരുന്നു വെള്ളം നമ്മൾ ടാങ്ക് ഫുള്ള് ഫില്ല് ചെയ്യുന്നതിന്. അപ്പോൾ അതുകൊണ്ട് വെള്ളം വരാത്ത ദിവസം നമ്മൾ വളരെ കെയർ ചെയ്തിട്ടാണ് വെള്ളം ചിലവാക്കുകയുള്ളൂ. ആ ഒറ്റ വെള്ളം താഴെ ഒരു ചെറിയ ടാങ്കുണ്ട്, മുകളിൽ ടാങ്കുണ്ട്, രണ്ടും കൂടെ ഫില്ലായി കിടക്കും. അതിൽ നിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തുടയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ പറഞ്ഞത് വെള്ളം ഇന്ന് വന്നിട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു. മുറിയൊന്നും അടിച്ച് വാരി തൂത്ത് വാരി തുടച്ച്. അപ്പം മെയിനായിട്ട് മുറിയായിരുന്നു വൃത്തിയാക്കാനുള്ള, എല്ലാം മാറി ബെഡ്ഷീറ്റൊക്കെ മാറ്റി. കണ്ട അവിടെ എല്ലാം മെസ്സായി കിടന്നെല്ലാം ഞാൻ ഒതുക്കി വെച്ച് ബെഡ്ഷീറ്റെല്ലാം മാറി എല്ലായിടും ഒന്ന് കബോർഡൊക്കെ ഒന്ന് തുടച്ച് കേട്ടോ. കണ്ണാടി നേരത്തെ ഞാൻ തുടച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഈ കബോർഡുകളൊക്കെ തുടയ്ക്കാനകത്ത് കണ്ണാടിയിലൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് അതെല്ലാം പാട് കാണുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം AC എല്ലാം ഉണ്ടായിരുന്നു തുടയ്ക്കാൻ, AC ഇതെല്ലാം തുടച്ച് അതിലെല്ലാം നിറയെ പൊടിയാണ്. എന്നിട്ട് കുഞ്ഞുമണിനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചിട്ടാണ് താഴെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് കയറി വരുന്നത്. അപ്പോൾ ഇനി ഇവളെ കിടത്തി ഉറക്കണം. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കയറി വന്നതാണ്. അപ്പോൾ ഇനിയിപ്പം അവളെ കയറ്റി കിടത്തി ഉറക്കണം. ഉറക്കാനെക്കൊണ്ട് അവളെ കയറ്റി അവിടെ കിടത്തിയാൽ മതി, അവിടെ നിന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ പിന്നെ ഞാനെല്ലാം നിർത്താമെന്ന് വിചാരിച്ചു. ഇതെല്ലാം പെയിൻറ്റ് ചെയ്തേക്കുന്നത് ഞാനാണ് കേട്ടോ. അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ ഭിത്തി ഇളകി പോകുന്നതിന് ഞാൻ ചെയ്യുന്നതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗാണ്. ബൈ ബൈ.